നമസ്കാരം. ഇതാണ് മഹീന്ദ്ര താറിന്റെ 3 ഡോർ വേർഷൻ. നമുക്കിപ്പോ 5 ഡോർ വേർഷൻ വന്നിട്ടുണ്ട്, അതായത് താർ റോക്സ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ആ വാഹനം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, അപ്പൊ ഒരു ഫാമിലി കാർ വേണം, എന്നാൽ അത് SUV ആയിരിക്കണം. എന്നാൽ വീക്കെൻഡ്സിൽ അത് ശനി ഞായറൊക്കെ നമുക്ക് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് ചെറുതായിട്ട് ഓഫ് റോഡ് ഒക്കെ പോകണമെങ്കിലും, ചെറുതായിട്ടല്ല ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിന് പോവാണെങ്കിലും ഒരു വണ്ടി വേണ്ടേ. അപ്പൊ ഇതെല്ലാം ഒത്തു ചേർന്നിട്ട് ഒരു വാഹനം വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. അത് മറ്റേതൊന്നുമല്ല, നമ്മുടെ സ്വന്തം മഹീന്ദ്രയുടെ താർ റോക്സ് ആണ്, 5 ഡോർ വേർഷൻ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ ആ വാഹനം വാങ്ങണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ നമ്മുടെ മഹീന്ദ്രയുടെ താർ റോക്സ് 5 ഡോർ വേർഷൻ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഈ വാഹനം വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് എസ്തെറ്റിക്കലി ഡിസൈൻസ് ഒക്കെ നോക്കാം. ഇതിന് ഈ ഒരു ഗ്രില്ലിനും പുതിയൊരു ഗ്രില്ല് നമ്മുടെ പഴയ മഹീന്ദ്ര താറിലും ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പുതിയ ഗ്രില്ലിനെ പറയുന്നത് 6-pack ഗ്രിൽ എന്നാണ്. അതായത് 6 ലാറ്റ് ആണ് വരുന്നത്. 1 2 3 4 5 6. അതിന് 6 ലാറ്റ് ഗ്രിൽ എന്നാണ് പറയുന്നത്. ഒരു മസിൽ ബോഡി ബിൽഡറിന്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. ഒരു എന്താ പറയാ, അത്ര സ്ട്രെങ്ത് ആണ്, പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വാഹനം മഹീന്ദ്രയുടെ പുതിയ എൻഗ്ലൈഡ് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എൻഗ്ലൈഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഹൈ ടോർഷൻ സ്ട്രെങ്ത് സ്റ്റീൽ കൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റൂഫൊക്കെ മെറ്റൽ റൂഫാണ്. പണ്ടത്തെ അതായത് നമ്മുടെ 3 ഡോർ താറിൽ വരുന്നത് ഫൈബർ റൂഫ് ആണെങ്കിൽ ഇതില് മെറ്റൽ റൂഫാണ് വരുന്നത്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ടാണ് ഈ ഒരു സ്ലാൻഡിങ് ഡിസൈൻ എന്തിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഡിസൈനിന്റെ പുറമെ വരുന്നൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഇത് ഈ വാഹനത്തിൽ ഏറ്റവും സ്ട്രെങ്ത് കൂടിയൊരു പാർട്ടാണ്. അതായത് ഇതിന്റെ ഉള്ളിൽ ഫുൾ ഹൈ ടോർഷൻ സ്ട്രെങ്ത് സ്റ്റീലാണ് വരുന്നത്, ലൈറ്റ് വെയിറ്റ് ടോർഷൻ സ്ട്രെങ്ത് സ്റ്റീൽ. അപ്പോൾ ഇത് ഇൻ കേസ് നമ്മൾ ഈ വാഹനം മറിയുകയാണെങ്കിൽ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇത് പ്രൊട്ടക്റ്റീവ് ആയിട്ട് വണ്ടിയുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതിന്റെ ഉള്ളിൽ ഫുൾ ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഈസ്റ്റർ എഗ് ഡിസൈൻ കൊടുത്തിട്ട് കാണാം, മഹീന്ദ്രയുടെ താറിന്റെ. അതുപോലെ തന്നെ ഒരു ഒട്ടകത്തിന്റെ ഡിസൈൻ. ഇതെന്താ ഉദ്ദേശം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാണും. അതെന്താ ഉദ്ദേശം വെച്ചാൽ ഒട്ടകം പോകാത്ത കയറ്റം പോലും നമ്മുടെ താർ റോക്സ് കയറി വലിക്കുന്നതാണ് മീൻ ചെയ്യുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ വീൽസ് ആണ്. ഇത് 19 ഇഞ്ചിന്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ഇതിൽ എന്തൊക്കെ ഡിഫറെന്റ് മഹീന്ദ്ര കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പഴയ താറിനെക്കാട്ടിലും ഇതിന്റെ വീതി, ടയറിന്റെ വീതി വിടുത്ത് ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി വണ്ടിക്ക് സ്റ്റിഫ്നെസ്സും ബാലൻസും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സൺറൂഫ് അല്ല, സ്കൈ റൂഫ് എന്നാണ് മഹീന്ദ്ര ഇതിനെ വിളിക്കുന്നത്. ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ സ്കൈ റൂഫാണ്. അത് ഈ സെഗ്മെന്റ് SUV-കളിലെ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും വലിയ പനോറമിക് സൺറൂഫാണ്. ഞാൻ മുകളിൽ നിന്ന് കാണിച്ചു തരാം. ഏറ്റവും വലിയ സൺറൂഫാണ്. പിന്നെ നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടുന്നാണ്. അപ്പൊ അതാണ് ഒരു അടുത്തൊരു ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് ഓഫ് റോഡ് ഭയങ്കര ഒരു വ്യൂ ആണ് കേട്ടോ. എൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ റെയറിൽ ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര വിസിബിലിറ്റി ആണ്, ഒരു എയറി ഫീലാണ്. അത് ഭയങ്കര ഒരു വെളിച്ചെല്ലാം ഉള്ളിലേക്ക് കയറുന്ന ഓഫ് റോഡൊക്കെ തെറ്റി പോകാൻ പറ്റിയൊരു വാഹനമായിട്ടാണ് മഹീന്ദ്ര ഈ വാഹനം നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരൊറ്റൊരു കാര്യം ചെറുതായിട്ട് തോന്നിയത് ഈ ഒരു വൈറ്റ് കളർ സീറ്റ്സ് ആണ്. അത് നമ്മൾ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ ചെളിയായി കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. പിന്നെ നമ്മുടെ ഈ വീൽ ബേസ് ഈ സെഗ്മെന്റിൽ ഏറ്റവും വലിയ വീൽ ബേസ് ആണ്. ഈ ഒരു എംഗ്ലൈഡ് പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത അതാണ്. അതായത് ഏറ്റവും ലോങ്സ്റ്റ് വീൽ ബേസ് ഇൻ സെഗ്മെന്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് ഓഫ് റോഡ് ഫീച്ചേഴ്സിലേക്ക് കടക്കാം. അപ്പൊ ഇതൊരു ഓഫ് റോഡ് വാഹനം ആയതുകൊണ്ട് തന്നെ കുറെ ഓഫ് റോഡ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം പറയുകയാണെങ്കിൽ ഇതിൽ ക്രോൾ സ്മാർട്ട് പറഞ്ഞ മഹീന്ദ്ര ആദ്യം ഇൻവെന്റ് ചെയ്ത്, അതായത് OEM, അതായത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറേഴ്സ് ചെയ്ത് ഫസ്റ്റ് സെഗ്മെന്റിൽ ചെയ്ത് മഹീന്ദ്രയാണ് ചെയ്തത്. അതാണ് ക്രോൾ സ്മാർട്ട് പറഞ്ഞ ഫീച്ചർ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കയറ്റാണെങ്കിലും നമ്മൾ അധികം എഫേർട്ട് കൊടുക്കാതെ തന്നെ ഈ വാഹനം ഒറ്റയ്ക്ക് കയറി പോയിക്കോളും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ വരുന്നത് ഇന്റലി ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡ് തന്നെ മനസ്സിലാവും, ഇന്റലിജന്റ് ടേൺ പോലെ. അതായത് ഒരു കൺജസ്റ്റഡ് ആയ ഒരു സ്ഥലം നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ ചെറിയൊരു ടേൺ തിരിയണമെങ്കിൽ ഈ റെയർ വീല് ലോക്ക് ആവും, എന്നിട്ട് ഫ്രണ്ട് വീല് മാത്രം തിരിയും. അപ്പോൾ എന്താന്ന് വെച്ചാൽ പിന്നുഭാഗം ഒരു സ്ലൈഡ് ഡ്രിഫ്റ്റ് ചെയ്യണ പോലെ സ്ലൈഡായിട്ട് തിരിഞ്ഞിട്ട് വാഹനം വരും. അപ്പോൾ അതിൽ 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ചെറിയ സ്ഥലത്തിട്ട് വണ്ടി തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അധികം ഫ്യൂലും ചിലവാവില്ല. അതിന് പക്ഷെ എല്ലാ ഒരു സിറ്റുവേഷനിലും പറ്റില്ല. ഒരു സ്ലഷി സ്ലിപ്പറി ആയ ഏരിയയിൽ മാത്രമാണ് കൂടുതൽ പറ്റും. നമ്മുടെ സാധാ റോട്ടിലല്ല ഇന്റർലോക്കിലൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടയർ തേഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതൊരു ഓഫ് റോഡ് സ്പെസിഫിക് മാത്രം ഫീച്ചറാണ്. നമുക്ക് ഇതിൽ ഓഫ് റോഡ് മോഡായിട്ട് 4 എക്സ്പ്ലോർ വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്കോർപിയോ എന്നിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ. പിന്നെ അഡ്രിനോക്സ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത് ഞാൻ ഇന്റീരിയേഴ്സിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ നമുക്ക് 650 മില്ലിമീറ്റർ വാട്ടർ വീഡിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. അതായത് നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ആ ഒരു വാഹനം വെള്ളം തുറന്നു പോകാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 650 മില്ലിമീറ്റർ താഴ്ച കൂടെ വെള്ളം കൂടെ സുഖമായിട്ട് വാഹനം തുറന്നു പോകും. പിന്നെ അപ്രോച്ച് ആംഗിൾ, അതായത് ഒരു മല കയറാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ബമ്പറും വീലിന്റെ ആ ഒരു ഏരിയയിലെ അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞാൽ
41.7 ഡിഗ്രിയാണ്. അതുപോലെ നമ്മുടെ സാധാ കാറിലും സെയിം അതായിരുന്നു. ഇതുപോലെ തന്നെ ഡിപ്പാർച്ചർ ആംഗിൾ, അത് നമ്മൾ വാഹനം കയറി കഴിഞ്ഞിട്ട് റെയർ താഴെ മുട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് വെച്ചിട്ടുള്ളത് 36.1 ഡിഗ്രിയാണ്. അതും ആ കാറിൽ നമ്മുടെ 3 ഡോർ കാറിൽ സെയിം സ്പെസിഫിക്കേഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 644 വരുന്നത്. അപ്പൊ നമ്മൾ ബൂട്ട് എങ്ങനെ തുറക്കുന്നത് കാണിച്ചാൽ ഫസ്റ്റ് ഇത് എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് വേ ആയിട്ടാണ് തുറക്കുന്നത്. പിന്നെ മുകളിലത്തെ ഒരു ലെയറും തുറക്കാം. 644 ബൂട്ട് സ്പേസ് ആണ്, ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു ബൂട്ട് സ്പേസ് ആണ്. നമ്മൾ ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഗുഡീസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബാഗ്സ് ഒക്കെ സുഖമായിട്ട് കയറ്റി പോകാൻ പറ്റുന്ന ഒരു ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത് ഈ വാഹനത്തിൽ. പിന്നെ നമുക്ക് റെയർ വൈപ്പേഴ്സ്, വാഷസ് എല്ലാം സിസ്റ്റം ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിലത്തെ ടോപ്പ് മൗണ്ടഡ് റെയർ ബ്രേക്ക് ലൈറ്റും വരുന്നുണ്ട്. കൂടി ക്ലോസ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ എഞ്ചിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് 2 എഞ്ചിനാണ് വരുന്നത്. മഹീന്ദ്രയുടെ ലെജൻഡറി കാറിൽ വരുന്ന 2 എഞ്ചിൻസ്, എം സ്റ്റാലിയനും അതുപോലെ തന്നെ എം ഹോക്കും. എം സ്റ്റാലിയൻ പെട്രോളാണ്, ഇത് എം ഹോക്ക് ഡീസൽ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, 128.6 കിലോ വാട്ട് പവറും അതുപോലെ തന്നെ 370 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് കേട്ടോ ബോണ്ടിന്. ഒബിയസ്ലി ഈ വാഹനത്തിനും എന്തായാലും 5 സ്റ്റാർ സേഫ്റ്റി തന്നെ വരും. നമ്മൾ വാഹനത്തിന്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ അത് 57 ലിറ്റർ ആണ് വരുന്നത്. ഇവിടെയാണ് ഫ്യൂൽ ടാങ്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി ഇന്റീരിയേഴ്സിലേക്ക് പോയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഈ ഡോർ തുറക്കുന്നത് ഇത് ആക്ച്വലി 80 ഡിഗ്രി, റെയർ ഡോർ തുറക്കുന്നത് മൊത്തം 90 ഡിഗ്രിയിലാണ് തുറക്കുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയുന്നത് ഏകദേശം ഒരു സ്ലാൻഡിങ് ആയിട്ട് 80 ഡിഗ്രിയിലാണ് തുറക്കുന്നത്, ഇത് 90 ഡിഗ്രി. ഇനി നമുക്ക് ഇന്റീരിയേഴ്സിലേക്ക് കയറാം. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഇന്റീരിയേഴ്സ് ആണ് വരുന്നത്. ഹാർമൻ കാർഡിന്റെ സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്. ഇതാണ് അപ്പോൾ വേരിയന്റ്. ഇതിലിപ്പോൾ നമുക്ക് വേരിയൻസ് ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ MX1, MX3, MX5, അതുപോലെ തന്നെ അഡ്രിനോക്സിൽ AX3, AX5, AX7 ഇതെല്ലാം ആണ് ലക്ഷറി വേരിയൻസ് ആണ്. അപ്പോൾ ഇത് 26.03 ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. അതിൽ അഡ്രിനോക്സ് വരുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വരുന്നുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇവിടെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ AC വെന്റ് ഒന്ന് കുറയ്ക്കാം. അപ്പൊ ഇതാണ് 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമുക്ക് 4x4 ഗിയർ ബോക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജർ വരുന്നുണ്ട്. അവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിന് കീ, സെയിം കീ ആണ്, വലിയ വ്യത്യാസമൊന്നും മഹീന്ദ്ര വരുത്തിയിട്ടില്ല. നമുക്ക് ഇലക്ട്രോണിക് ഓട്ടോ ഹോൾഡും പാർക്കിംഗ് ബ്രേക്കും വരുന്നുണ്ട്. ഇതിൽ NVH പറഞ്ഞൊരു സിസ്റ്റം വരുന്നത്, അതായത് നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ്, അതായത് നോയ്സ് ഒന്നും അധികം കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാംപനർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഒരു നോയ്സി സ്ഥലത്ത് കൂടെ പോവുകയാണെങ്കിലും പുറത്തത്തെ അൺനെസസറി ആയ ശബ്ദങ്ങളോ ഒന്നും വാഹനത്തിന്റെ ഉള്ളിലേക്ക് കേൾക്കില്ല. അത്രയും അങ്ങനെയാണ് വണ്ടിയുടെ ക്യാബിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ മഹീന്ദ്ര കാറിന്റെ ബാജിങ് കാണാൻ പറ്റും. സീരിയൽ നമ്പർ ഇത് 1776 വാഹനമാണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ വലിയ ബാഡിങ് ചെയ്തിട്ടുള്ളത്. മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് എന്നൊക്കെ ബാഡിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹാൻഡിൽ ബാർ ഉണ്ട്, ഓഫ് റോഡ് വണ്ടി ആയ കാരണം തന്നെ. ഇതാണ് ഗ്ലോ ബോക്സ്. അത്യാവശ്യം ഡീസെന്റ് ആയ, കുറച്ചുകൂടി സ്പേസ് ആവായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ഡീസെന്റ് സ്പേസ് ആയ ഒരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രീമിയം ഇന്റീരിയേഴ്സ് ആണ്. അത്യാവശ്യം AC വെന്റ്സ് ഒക്കെ ഒരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഏരിയ. പിന്നോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഈ സീറ്റ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഓട്ടോ ഡിമ്മിങ് IRVയും വരുന്നുണ്ട്. പിന്നെ മാക്സിമം റെയറിലേക്ക് ആക്കി നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റെയറിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. തൈ സപ്പോർട്ട് ആണെങ്കിലും ഹെഡ് റൂം ഒക്കെ ആണെങ്കിലും അത്രയും ഒരു ഭയങ്കര ഏരിയ ആണ്. ഇപ്പം ഞങ്ങൾ ഹെഡ് റൂം കാണിക്കുകയാണെങ്കിലും നല്ല ഹെഡ് റൂം ഉണ്ട്. പിന്നെ തൈ സപ്പോർട്ട് എല്ലാം കറക്റ്റ്, അത് ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ റെയർ AC വെന്റ്സ് കിട്ടും. ചാർജിങ് പോർട്സും ചാർജ് ഫോൺ വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് ആണ്. ഇതാണ് അത്യാവശ്യം ഇത്ര വലിയ വലുപ്പമില്ലെങ്കിലും ചെറിയൊരു ഡീസന്റ് രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്റീരിയേഴ്സ് കാണുകയാണെങ്കിൽ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറ്റ് കളർ കാരണം എനിക്ക് ചെറിയൊരു ഡൗട്ട്, നമ്മൾ ഓഫ് റോഡിനായിട്ട് പോയ ചാലേക്ക് ആയി കഴിഞ്ഞാൽ കളറ് വൃത്തിയാക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് പില്ല് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൂട്ടും 644 ലിറ്ററിന്റെ ബൂട്ടും. ഇവിടെ സ്പീക്കർ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഇതാണ് സ്കൈ റൂഫ്. ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ സ്കൈ റൂഫാണ്. പനോരമിക് സൺറൂഫാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ ലെവൽ 2 ADAS വരുന്നുണ്ട്, അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം വരുന്നുണ്ട് സേഫ്റ്റി ആയിട്ട്. പിന്നെ ഞാൻ ഇന്റീരിയേഴ്സിൽ പറഞ്ഞപ്പോൾ മറന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സ് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വാഹനം
7 കളറിലാണ് വരുന്നത്. 7 കളറിലാണ് ടോട്ടലി മഹീന്ദ്ര ഇറക്കുന്നത്. ഒന്ന് റെഡ്, പിന്നെ ബേൺഡ് സിയാന, ഗ്രേ, ബ്ലൂ. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാം ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് വരികയെന്ന്. അപ്പോൾ ഇത്രയും കളേഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. റെഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ആക്ച്വലി വൈറ്റ് ആയിരുന്നു ഇത്തിരി ഒരു എന്താ പറയുക, ഒരു മസ്ക്യുലർ ഫീൽ കുറവാണ്. പക്ഷേ ബ്ലാക്കും ഡാർക്ക് കളറായത് ബേൺഡ് സിയാന, ഗ്രേ, പിന്നെ ബ്ലൂ ഉണ്ട്, നിബുള ബ്ലൂ പറഞ്ഞൊരു കളർ, പിന്നെ ഡാർക്ക് റെഡ്, ഇതൊക്കെ കാണാൻ നല്ല അടിപൊളി ഒരു കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫോർമേഷൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ഇപ്പോൾ റെഡി ആയില്ല, പക്ഷേ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ റെഡി ആകും. പിന്നെ ഇതിനെ പറ്റിയിട്ട് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എൻക്വയറി ചെയ്യാൻ, പിന്നെ വെർച്വൽ ടൂർ എല്ലാം നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് മഹീന്ദ്രയുടെ ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ആക്ച്വലി തുടങ്ങിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് ഡ്രൈവ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. ചെറിയ ഓഫ് റോഡൊക്കെ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് സെറ്റാക്കാം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്.